ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് മാരാമൺ കൺവെൻഷന് പോകാം കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് ലാസ്റ്റത്തെ ദിവസം കേട്ടോ. എൻ്റെ മോനെ കാക്കയുണ്ടോ അവിടെ? ഗൈസ്, മൊത്തം വണ്ടിയാണ്. പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലമൊന്നുമില്ല, അത്രയ്ക്ക് വണ്ടികളാണ്. മൊത്തം ഫില്ലായേക്കുവാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടന്നങ്ങ് പോയിട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അവിടെ എല്ലാം. യേശുവിന്റെ സ്വത്വത്തിലേക്ക് എത്തുക. നിങ്ങൾ ആ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് കാണാൻ താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് കേൾക്കാൻ തയ്യാറാകുന്നിടത്താണ് എനിക്ക് ജോലിയാണ് പ്രധാനമെന്ന് ഏറ്റവും കരുതി ജീവിച്ചു പോകുന്നത്. നിൽക്കുന്ന നമ്മളെ നോക്കാനല്ല, ചവിട്ടുതടിക്കയുടെ മറുപുറത്തുള്ള ആളുകളെ ഒന്ന് കാണാൻ. ആ പള്ളി കണ്ടോ? അത് ബാനറൊക്കെ ഫ്രണ്ടിൽ വെച്ച് മുകളിൽ ഓലയൊക്കെ ഇട്ട് നിർമ്മിച്ച് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാട്ടോ. അതേപോലെ ഇങ്ങനെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ATM കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ എന്നതിൻ്റെ പ്രത്യേകത കേട്ടോ. അതുപോലെ ഇത് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാട്ടോ നടത്തുന്നത്. ഈ കൺവെൻഷൻ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ എന്ന സ്ഥലത്താട്ടോ. അതുകൊണ്ടാണിത് മാരാമൺ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടിത് പമ്പാ നദിയാട്ടോ. അതിൻ്റെ ഈ വിശാലമായ തീരത്താട്ടോ ഈ കൺവെൻഷൻ നടത്തപ്പെടുന്നത്. ഈ കൺവെൻഷന് വേണ്ടിയുള്ള പന്തൽ ഓലയും മുളകളും അതുപോലെ തൂണുകളും ഒക്കെ ഉപയോഗിച്ച് പരമ്പരാഗതമായ രീതിയിൽ തന്നെയാട്ടോ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ നടക്കുന്നതിന് അടുത്തായിട്ട് തന്നെ വിവിധ ഇടവകകളുടെയും അതുപോലെ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ ഒക്കെ ധാരാളം സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷൻ 1896 ആദ്യമായിട്ട് ആരംഭിച്ചത്. അവിടെ ഇഷ്ടംപോലെ അല്ലാതെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കൊണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചേ. തിരിച്ച് നടക്കാൻ തുടങ്ങി പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ദാഹിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസും കൂടെ ഓർഡർ ചെയ്തേ. അവസാന ദിവസവും അതേപോലെ തന്നെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർത്തിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.